ഇന്നലെ എനിക്കൊരു പുതിയ സ്റ്റുഡന്റിനെ കിട്ടി. അക്കാര്യോ ഫ്രീ സർവീസ് അല്ലേ? പുതിയ കുട്ടികളെ കിട്ടാൻ നിനക്ക് ഒരു പ്രയാസവും ഇല്ല. ഈ സ്റ്റുഡന്റ് അത്ര കുട്ടിയൊന്നുമല്ല. പിന്നെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന? വല്ല 9ഓ 10ഓ ഒക്കെ ആയിരിക്കും. ക്ലാസ് പറഞ്ഞാ നീ ഞെട്ടും. അതെന്താടി ഞാൻ ഞെട്ടാൻ മാത്രം വലിയ ക്ലാസ്? വല്ല BA-കാരോ മറ്റോ ആണോ? ഏയ്, അത്ര വലിയ മണ്ട ശിരോമണികളൊന്നും ഈ മാർത്താണ്ട് വരത്തില്ല. പറ, എത്രാം ക്ലാസ്സാ? ശരിക്ക് പറഞ്ഞ 1ാം ക്ലാസ്സും അല്ല, അതിനും താഴെ, LKG എന്ന് പറയാം. നിനക്കെന്താ വട്ടാണോ? ഈ LKG പിള്ളേരൊക്കെ എന്ത് പഠിപ്പിക്കാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങനെ കുട്ടിയല്ല. പഠിക്കേണ്ട പ്രായത്തില് പഠിക്കാൻ പറ്റാതെ പോയ ഒരു പാവം. ഇപ്പൊ പഠിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷേ മറ്റുള്ളവരൊക്കെ കളിയാക്കുമെന്ന് പേടിച്ച് പഠിക്കാതെ ആരെ അറിയിക്കാതെ നടക്കുകയായിരുന്നു കക്ഷി. നീ ഇതാരുടെ കാര്യ പറയുന്നേ? ഈ മാർത്താണ്ഡപുരത്തുള്ള ആള് തന്നെയാണോ? അതേന്ന്, നമ്മൾ ആരും അറിഞ്ഞില്ല എന്ന് മാത്രം. അങ്ങനെ ചിലരും നമുക്ക് ചുറ്റുമുണ്ടടി. അതാരാ കക്ഷി? എനിക്കും അറിയാവുന്ന ആളാണോ? നിനക്ക് മാത്രമല്ല, ഈ മാർത്താണ്ഡപുരത്തുള്ള സകലർക്കും അറിയാവുന്ന ആളാ. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഠിക്കാൻ കഴിയാതെ പോയി. അതാണ് വിധി. നീ ആളെ പറ, എനിക്കറിയാവുന്ന ആണോ നോക്കട്ടെ. ആളെ പറഞ്ഞാ നീ പിന്നെ ഞെട്ടും. ഞാൻ ഞെട്ടിയ പൊട്ടുമൊന്നുമില്ല. നീ ആളാരെന്ന് പറ. പറ പെണ്ണേ. ദേവൻ സാറ്. ഞെട്ടുകലെന്ന് വീരവാദം പറഞ്ഞ ആളിതാ സ്റ്റാച്ചു ആയി നിൽക്കുന്നു. ഏയ്, നീ എന്താ പറഞ്ഞേ? ദേവൻ സാറിനോ? അതേടി, ദേവൻ സാറ് തന്നെ. പക്ഷേ നീ ഇതാരോടും പറയാനൊന്നും പോണ്ട കേട്ടോ. സത്യമാണോ ഇത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. അതേടി, ദേവൻ സാറിന് എഴുതാനും വായിക്കാനും അറിയില്ല. അതെങ്ങനെ സംഭവിച്ചു? സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ടായിട്ടും പഠിച്ചില്ലെന്നോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ വിധി. പഠിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പഠിക്കാതെ ഉഴപ്പിയതുമല്ല. സ്വന്തമായി സ്കൂളും ഉണ്ടായിരുന്നു, എന്നിട്ടും നിരക്ഷരനാവാനായിരുന്നു ദേവൻ സാറിന്റെ വിധി. എന്താ സംഭവിച്ചതെന്ന് നീ പറ. അതൊരു ട്രാജിക് സ്റ്റോറിയാ.